ഇത് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡ് പുതിയ ടർമൽ പണിയുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇതെന്താണെന്ന് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിക്കാർക്ക് തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കിളിക്കൂടാണോ അതോ ബസ് സ്റ്റാൻഡാണോ എന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇതതുപോലൊരു സംവിധാനം ഇവിടെ ആൾക്കാർക്ക് കയറി നിൽക്കാനാണോ എന്നുള്ളതും. ഇപ്പോൾ ബസ് പോകുന്നത് യാതൊരുവിധ ബ്ലോക്കുമില്ലാതാണ്. ഈ സാധനം ഇല്ലേലും ഇപ്പോഴത്തെ സംവിധാനം ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ഒരു ബ്ലോക്കുമില്ല, ഒന്നുമില്ല. ഇവർ സ്റ്റാൻഡ് പണിയുന്നതിന് പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തിയതാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി. ഇവരിവിടെ താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രമാണ് പണിതിരിക്കുന്നത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടുമില്ല. വണ്ടി തിരുവനന്തപുരം ഭാഗത്തുനിന്ന് ഇവിടെ വന്ന് നിന്ന് ആളെ കയറ്റി പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ ഒരു കാത്തിരിപ്പ് കേന്ദ്രം അവർ പണിതിട്ടുണ്ട്. അവിടെ നിന്നും ആൾക്കാർ കയറി പോകുന്നുണ്ട്. ചങ്ങനാശ്ശേരി ഒരു ബ്ലോക്ക് ഇപ്പോൾ KSRTC ബസ്സുകളെ കൊണ്ടില്ല. പക്ഷേ ഈ സ്റ്റാൻഡിൻ്റെ അകത്ത് മനുഷ്യൻ വണ്ടി കയറിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു നേരത്തെ. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നതും അത് തന്നെയാണ്. ഇതുമല്ലോ KSRTC വല്ല ഗാരേജും ആക്കുന്നതായിരിക്കും നല്ലത്. ഈ കോടികൾ മുടക്കി ഈ കൺസ്ട്രക്ഷന് വന്നിട്ട് വലുതൊന്നും പണിയാൻ അറിയത്തില്ല, എല്ലാം ചെറുത്. ഇവർ പണിയുന്നതെല്ലാം ചെറിയ സംവിധാനങ്ങളാണ്. എല്ലായിടത്തും പണിയുന്നത് എങ്ങനെയാണ്? ഒരു ചെറുതുണ്ടെങ്കിൽ അതിനെ പൊളിച്ചിട്ട് അവർ വലുതല്ലേ പണിയുന്നത്. പക്ഷേ ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ പണിയുന്നതെല്ലാം വലുതിനെ ചെറുതാക്കുക. നിങ്ങൾ ചങ്ങനാശ്ശേരി AC റോഡ് 26 കിലോമീറ്റർ AC റോഡ്, അത് വലിയ റോഡായിരുന്നു, വീതിയുള്ള റോഡായിരുന്നു. അതിനെ ഇപ്പോൾ ചുരുക്കിയിട്ട് 26 കിലോമീറ്റർ വണ്ടി പാർക്കിങ് പറ്റത്തില്ല. ആ രീതിയിൽ ആ റോഡ് പണിത് വെച്ചു. അങ്ങനെ എല്ലാ രീതിയിലും ഇവർ ഞങ്ങൾക്ക് ചെയ്യുന്ന സംഭാവനകൾ വളരെ വലുത് തന്നെയാണ്. ഇനി ഏതോ റെയിൽവേയുടെ അവിടെ ഇവർ ആകാശപാത പണിയുന്നെന്ന് പറയുന്നത് കേട്ടു. ഇപ്പം ന്യായമായ രീതിയിൽ ഒരു കുഴപ്പവുമില്ലാതെ നല്ല വീതി ആ വഴിക്കുണ്ട്. ഇനി ഇവർ ഫ്ലൈ ഓവർ പണിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്കറിയേയില്ല. എല്ലാം ഞങ്ങളെ ചങ്ങനാശ്ശേരിക്കാരുടെ വിധി, അല്ലാതെ എന്തു പറയാനാണ്.